കണ്ണിന്റെ ആരോഗ്യത്തിന് കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ. നമസ്കാരം, മനോരമ ക്യുക്കയല്ല ഇന്ന് വന്നിരിക്കുന്നത് കോട്ടയത്തെ അഹല്യ ഐ ഹോസ്പിറ്റലിലാണ്. നമുക്ക് ഈ ഹോസ്പിറ്റലിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. കോട്ടയം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ രതീഷ് സർ ആണ് നമ്മളോട് ജോയിൻ ചെയ്യുന്നത്. സർ നമസ്കാരം. നമസ്കാരം സർ, എന്താണ് ഡയബറ്റിക് റെറ്റിനോപ്പതി? ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്ന അസുഖം കണ്ണിൻ്റെ ഏറ്റവും അകത്തുള്ള ഒരു പാളിയുണ്ട്, ഏറ്റവും പുറകിലുള്ള പാളി റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബാധിക്കുന്ന ഡയബറ്റിസ് മോശമാകുമ്പോൾ അതിനെ ബാധിക്കുന്ന അസുഖമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അത് പ്രധാനമായിട്ടും അതിൻ്റെ അകത്തുള്ള രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത്. രക്തക്കുഴലുകൾക്ക് ഒന്നില്ലെങ്കിൽ ലീക്ക് ഉണ്ടാവാം, ആകെ കാരണം നീർക്കെട്ടുണ്ടാവാം, അല്ലെങ്കിൽ രക്തക്കുഴലുകൾ പൂർണ്ണമായിട്ട് അടഞ്ഞു പോയി ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്ന മറ്റൊരു അസുഖത്തിലേക്ക് അതിൻ്റെ ഒരു വേറൊരു സ്റ്റേജിലേക്ക് ഇത് മാറാം. ഇതാണ് പ്രധാനമായിട്ടും ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ, ഇതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ ചികിത്സ പ്രധാനമായിട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് സ്റ്റേജിലാണ് എന്നനുസരിച്ചിരിക്കും. അപ്പം ആദ്യത്തെ സ്റ്റേജുകളിൽ വളരെ മൈൽഡായിട്ടേ ഉള്ളുവെങ്കിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മൈൽഡായിട്ടുള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളുവെങ്കിൽ നമുക്ക് അത് ഒബ്സർവ് ചെയ്യാം. മെറ്റബോളിക് കൺട്രോൾ, ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാം. അതുപോലെ ബാക്കി അസുഖങ്ങൾ, പ്രഷർ, കൊളസ്ട്രോൾ, അതുപോലുള്ള ബാക്കി മെറ്റബോളിക് കണ്ടീഷൻസ് കൺട്രോൾ ചെയ്ത് പോകാം. ഇനി നീരൊക്കെ ഉണ്ടാകും, സെൻട്രൽ നീരൊക്കെ ഉണ്ടാകുന്ന ഡയബറ്റിക് മാക്യുലോപ്പതി എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ അത് നമ്മൾ സ്കാനൊക്കെ എടുത്ത് നോക്കി അതിൻ്റെ എത്രത്തോളം നീരുണ്ടെന്ന് അനുസരിച്ചിട്ടൊക്കെ നമ്മളതിൽ പ്രധാനമായിട്ട് ഇഞ്ചക്ഷൻസ്, കണ്ണിനകത്ത് ഇഞ്ചക്ഷൻസ്, മൾട്ടിപ്പിൾ ഇഞ്ചക്ഷൻസ് ഒക്കെ വേണ്ടി വരാം. അത് ഫോളോ അപ്പും മൾട്ടിപ്പിൾ ഇഞ്ചക്ഷന് വേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റാണ് അതിന് യൂഷ്വലി ഉണ്ടാവുക. അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു സ്റ്റേജുണ്ട്, പ്രൊലിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ പ്രധാനമായിട്ടും കണ്ണിനകത്ത് ലേസർ ചികിത്സയാണ് ആവശ്യം ഉണ്ടാവുക. അതുപോലെ ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടായി ഒട്ടും കാണാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ വളർന്ന് വലിയ പാടകൾ പോലായിട്ട് അത് കണ്ണിൻ്റെ റെറ്റിനെ ഇളകി വരുന്ന റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്ന അസുഖത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനൊക്കെ സർജറി ചിലപ്പോൾ വേണ്ടി വരും. സർ, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ചികിത്സകളൊക്കെ എന്തൊക്കെയാണ്? ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രധാനമായിട്ട് അതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ആ അസുഖത്തിൻ്റെ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ കണ്ണിനകത്ത് ഇത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ആ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ചികിത്സ വരുന്നത്. അതിൻ്റെ ഏർലി സ്റ്റേജസിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നീർക്കെട്ടൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള വളരെ മൈൽഡായിട്ടുള്ള സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൽ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യുക. അതുപോലെ ബാക്കി മെറ്റബോളിക് കണ്ടീഷൻസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കൊളസ്ട്രോള്, അങ്ങനെയുള്ള ബാക്കി മെറ്റബോളിക് കണ്ടീഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് പോവുക. ഡയബറ്റിസ് നല്ല കൺട്രോളിൽ വരിക. അതാണ് അതിൻ്റെ ആദ്യത്തെ മൈൽഡായിട്ടുള്ള സ്റ്റേജിലുള്ള പ്രധാന ചികിത്സ. അതുകൂടാതെ ഫോളോ അപ്പ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനകത്ത്. അതായത് റിപ്പീറ്റഡായിട്ട് ആ പറയുന്ന സമയത്ത് ഫോളോ അപ്പ് ചെയ്യുക. ഇത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട്. പിന്നെ മറ്റ് നീരുണ്ടാവുന്ന ഒരു സ്റ്റേജൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ നീരൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് പ്രധാനമായിട്ട് ഇഞ്ചക്ഷൻസാണ് അതിൻ്റെ കണ്ണിനകത്ത് ഇൻട്രാവിട്രൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്, കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സ. അതുപോലെ ബ്ലീഡിങ് ഉണ്ടാവുന്ന ഒരു സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടുള്ള ചികിത്സ ലേസർ ചെയ്യുക എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ സിറ്റിങ്സ് ഓഫ് ലേസർ അങ്ങനത്തെ പേഷ്യൻസിന് ആവശ്യമായിട്ട് വരും. ഇതിലെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഏത് ചികിത്സ കഴിഞ്ഞാലും നമ്മൾ ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചികിത്സ കഴിഞ്ഞാൽ കാഴ്ച പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടുമോ? അതാണ് ഇതിനകത്ത് ഈ അസുഖത്തിൻ്റെ മറ്റൊരു പ്രധാന പ്രശ്നം. അതായത് നമുക്കൊരിക്കലും പൂർണ്ണമായിട്ട് കാഴ്ച നമുക്ക് തിരിച്ച് എടുക്കാൻ പറ്റും എന്നുള്ളത് എപ്പോഴും ഗ്യാരണ്ടി നമുക്ക് ഷുവറായിട്ട് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഡയബറ്റിക് റെറ്റിനോപ്പതി. അതുകൊണ്ട് തന്നെ ഇത് വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടുള്ള ചികിത്സകളൊക്കെ നമുക്ക് ഉള്ള കാഴ്ച അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ട് നഷ്ടപ്പെടുന്നത് തടയുക എന്നുള്ളതാണ് ചികിത്സയിലെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം. പിന്നെ കുറച്ചൊക്കെ നമുക്ക് റീഗെയിൻ ചെയ്യാൻ പറ്റും കാഴ്ച, പക്ഷേ നമുക്ക് 100% കാഴ്ച എപ്പോഴും ചെയ്യാൻ പറ്റില്ല. അത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്ന അസുഖമാണെങ്കിൽ നമുക്ക് ചിലപ്പം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. വളരെ ലേറ്റായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും പഴയ അവസ്ഥയിലേക്ക് പൂർണ്ണമായിട്ട് നമുക്ക് കാഴ്ച തിരിച്ചു കിട്ടില്ല. സർ, ഈ തിമിരവും റെറ്റിനോപ്പതിയും ഒന്നാണോ? തിമിരം നമ്മൾ പ്രായമായവർക്ക് വരുന്ന ഒരു അസുഖമാണ് പ്രധാനമായിട്ട് തിമിരം എന്ന് പറയുന്നത്. തിമിരം എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ണിൻ്റെ ലെൻസ്, റെറ്റിനയുടെ മുമ്പിൽ കുറേ മുമ്പിലിരിക്കുന്നൊരു വസ്തുവാണ് ലെൻസ്, കണ്ണിനകത്തുള്ള ലെൻസ്. അപ്പോൾ ആ ലെൻസിൻ്റെ ധർമ്മം കണ്ണിനകത്ത് റെറ്റിനയിൽ ലൈറ്റ്, പുറത്തുനിന്ന് വരുന്ന ലൈറ്റ് ഫോക്കസ് ചെയ്ത് വീഴ്ത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ.
അപ്പോൾ ആ ലെൻസ് കട്ടിയാവുന്ന ഏജ് ആകുമ്പോൾ അനുസരിച്ചിട്ട് കട്ടിയാവുന്നത് ഒരു ഇതാണ് സെനൈൽ കാറ്ററാക്ട് അല്ലെങ്കിൽ തിമിരം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കണ്ണിന് ഒരു ട്രോമ വന്നാലും ലെൻസിന് ചിലപ്പോൾ തിമിരം വരാം. അതുപോലെ അതാണ് തിമിരം എന്ന് പറയുന്ന അസുഖം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പുറകിലുള്ള റെറ്റിനയിൽ ഡയബറ്റിസ് ബാധിക്കുന്ന അസുഖമാണ്. അപ്പോൾ ഇത് രണ്ട് വ്യത്യസ്ത അസുഖങ്ങളാണ്. രണ്ടും പ്രായമായ ആൾക്കാരിൽ കാഴ്ച കുറയ്ക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളാണ്. ഓക്കെ സർ, ആർക്കൊക്കെ ഈ രോഗം വരാൻ സാധ്യതയുണ്ട്? ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് മാത്രം, അതായത് വൺസ് ഒരാൾക്ക് ഷുഗർ ഉണ്ടെങ്കിൽ അവർക്ക് അയാളുടെ ലൈഫ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. ഡയബറ്റിസ് കൺട്രോൾ അല്ലാത്ത ഒരാൾക്ക് ഇത് വരാനുള്ള സാധ്യത ഹൈ ആണ്. അതുപോലെ ഡിസീസ് ഡ്യൂറേഷൻ, അതായത് ഒരുപാട് കാലം ഡയബറ്റിസ് ഉള്ള ഒരാൾക്ക് അയാളുടെ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കൺട്രോൾ അല്ലെങ്കിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റ് അസുഖങ്ങൾ കൺട്രോൾ അല്ലെങ്കിലും മറ്റ് മെറ്റബോളിക് കണ്ടീഷൻസ് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ സർ, ഈ കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും റെറ്റിന ചെക്ക് വേണ്ടതാണോ? ഡയബറ്റിസ് ഉള്ള ഒരാൾ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് ഡയബറ്റിക് റെറ്റിനോപ്പതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഏർലി അത് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ അസുഖത്തിൻ്റെ തുടക്ക സ്റ്റേജിലൊന്നും ഒരിക്കലും ഒരാൾക്ക് കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ വൺസ് ഇത് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥയിലെത്തുമ്പോഴേക്ക് റെറ്റിന കുറേ ഭാഗം ഓൾറെഡി ഡാമേജ്ഡ് ആയിരിക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി കാരണം. അപ്പം നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതിൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മളതിനെ ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യണം എന്ന് പറയുന്നത്. പേഷ്യൻറ്റിന് ആക്റ്റീവായിട്ട് കണ്ണിന് കാഴ്ചയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും മസ്റ്റായിട്ട് ഡയലേറ്റ് ചെയ്ത് കണ്ണിൻ്റെ കൃഷ്ണമണി വികസിപ്പിച്ചിട്ട് റെറ്റിന നോക്കണം, ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതനുസരിച്ചിട്ട് ഫോളോ അപ്പ് നമ്മൾ സ്കെഡ്യൂൾ ചെയ്യണം. അങ്ങനെയാണ് ഈ അസുഖത്തിനെ ഏർലി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏർലി ഡിറ്റക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.